അയ്യോ ചേച്ചി ചേച്ചി എന്നെ കൊന്നു കഴിഞ്ഞാൽ ചേച്ചി ജയിലിൽ പോകത്തില്ലയോ? ഇപ്പൊ തന്നെ പബ്ലിക്കായിട്ട് വധഭീഷണി നടത്തിയേക്കുന്നത് എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. പബ്ലിക്കായിട്ട് എന്തുവാ ചേച്ചി? ചേച്ചിക്കെതിരെ ഞാൻ കേസ് കൊടുത്താലോ? ഏത് ഫേക്ക് ആണെന്ന് ചേച്ചിയെ പൊക്കത്തില്ലേ? കുട്ടി എന്താ ചേച്ചി? കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നേ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നേ? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, അതൊരു ഐശ്വര്യ. അപ്പോ ചേച്ചിക്ക് വേണ്ടേ ഈ ഐശ്വര്യം? എന്താ ഇത്? കഴിഞ്ഞ ദിവസം രേണുവും ഇത് അറിയാമായിരിക്കും, ശ്രുതി എന്നാന്ന് തോന്നുന്നു, ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ശ്രുതിയും രേണുവും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. എന്ത് രസമായിട്ടാണ് രേണു അഭിനയിക്കുന്നത്. അപ്പൊ രേണുവിന് ഇതുപോലെയൊക്കെ അഭിനയിക്കാൻ അറിയാം അല്ലേ? ദാസേട്ടനും പ്രജീഷും പിന്നെ താടിക്കാരൻ ചെറുക്കനും വരുമ്പോഴാണ് രേണുവിന്റെ അഭിനയം മറ്റൊരു ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ രേണുവിന് അഭിനയിക്കാൻ അറിയാം. രേണു ഇതുപോലെ അഭിനയിക്കുന്നേ, എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല, നല്ല രസമല്ലേ കണ്ടിരിക്കാൻ, നല്ല ആക്ടിങ്, ഫേസ് എക്സ്പ്രഷനൊക്കെ നോക്ക്, ആ രീതിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആ സിനിമയിൽ ഹസ്ബൻഡ് ഇൻ ഗോവയോ, ഹാപ്പി ഹസ്ബൻഡാ, അങ്ങനെ എന്തൊരു പടമല്ലേ, അതില് സുബി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണല്ലോ ഇത്, ഈ ഒരു ക്യാരക്ടർ റോള്. രേണു ഇപ്പൊ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ റോള് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സുബിയാണ്. അപ്പോൾ എന്ത് രസമായിട്ടാണ് എക്സ്പ്രഷൻ ഒക്കെ എടുത്തിരിക്കുന്നത്, എന്ത് രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ രേണുവിന് ഇതുപോലെയൊക്കെ അഭിനയിക്കാൻ അറിയാം അല്ലേ? എന്നിട്ടാണ് ഒരുമാതിരത്തെ അഭിനയവുമായിട്ട് മറ്റേ ആൽബത്തിലും അവരുടെയൊക്കെ ഇങ്ങനത്തെ അഭിനയം, ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. അഭിനയിക്കാൻ അറിയാൻ പാടില്ലാണ്ടൊന്നുമല്ല, ഇങ്ങനത്തെ അഭിനയമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യൂലേ, അടിപൊളിയായിട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല, കലയെ റെസ്പെക്ട് ചെയ്യാനും കലയെ കലയുടേതായ രീതിയിൽ യൂസ് ചെയ്യാനും അറിയാവുന്ന ആളാണ് രേണു അല്ലേ? അത് ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ മറ്റേ രീതിയിൽ അഭിനയിക്കുന്നത് അത്തരത്തിലുള്ള റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഈ വീഡിയോയിൽ കാണുന്ന പലരും രേണുവിന് ഇഷ്ടപ്പെടാത്തവരായിരിക്കും, പക്ഷേ അത് ഇങ്ങനത്തെ ആൾ അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂലേ? ഒന്ന് കമന്റ് ബോക്സിൽ പറയട്ടെ. ഇങ്ങനത്തെ രീതിയിലുള്ള അഭിനയമൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, റീലൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ രേണുവിൻ്റെ ഇതിനകത്ത് കാട്ടിക്കൂട്ടുന്ന ഓരോന്നൊക്കെ കാണണം. ഇപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ ലേഡി, അവരൊക്കെ ട്രാൻസ്ഫോമൺ ആണ്. അപ്പോൾ അവരുടെയൊക്കെ പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളാണ് കേട്ടോ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ